MC റോഡിൽ ചടയമംഗലത്തും പരിസര പ്രദേശങ്ങളിലും അപകടങ്ങൾ പതിവാകുന്നു. ഒരു കുറവുമില്ല. റോഡിന്റെ വീതി കൂടിപ്പോയതാണോ ഈ അപകടങ്ങൾക്ക് കാരണം? ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കൂടിയാലോചനകൾ നടത്തി, സന്ദർശനവും നടത്തി. എന്നിട്ടും ഈ അപകടങ്ങൾക്ക് കുറവില്ല. ഈ സാഹചര്യത്തിൽ സാക്ഷി TV റിപ്പോർട്ടർമാരായ വിജയൻപിള്ള കുരിയോടും അനസ് കടന്നൂരും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമസ്കാരം സാക്ഷിയുടെ പ്രേക്ഷകരെ, ഇത് ഈ കാണുന്നതാണ് MC റോഡ്. കോട്ടയം മുതൽ ട്രിവാൻഡ്രം വരെ പോകുന്ന MC റോഡ്. ഇവിടെ സ്ഥിരമായിട്ട് അപകടം നടക്കുന്ന ഒരു മേഖലയാണെന്ന് പറയുമ്പോഴത്തേക്ക് കൊട്ടാരക്കര മുതൽ നമ്മുടെ വെഞ്ഞാറ് റോഡ് വരെ സ്ഥിരമായിട്ട് അപകടം നടക്കുന്ന ഒരു സ്ഥലമാണ്. അതിൽ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന ആയൂര് മുതൽ ഈ കിളിമാനൂർ ഭാഗങ്ങളിലാണ്. ഈ ചടയമംഗലം ഭാഗത്ത് തന്നെ ഇപ്പോൾ ഒട്ടനവധി ജീവനുകൾ പൊലിഞ്ഞ ഒരു സ്ഥലമാണ്. ഇത് റോഡിന്റെ പര്യാപ്തതക്കുറവ് മാത്രമാണോ, അതോ വാഹനങ്ങളുടെ അമിത വേഗമാണോ, അല്ലെങ്കിൽ അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണോ എന്ന് നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ നിൽക്കുന്നത് നിലമേൽ പുതുച്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ അപകടം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ മഞ്ഞ ലൈൻ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു KSRTC-കാരൻ കയറി വരുന്നത് നിങ്ങൾ പ്രേക്ഷകർ തന്നെ കണ്ടു കാണും. അത് ഒട്ടനവധി വാഹനങ്ങൾ ലൈൻ തെറ്റിച്ചാണ് വരുന്നത്. അതായത് 3-4 വാഹനങ്ങളാണ് ഒരുമിച്ച് ഇങ്ങനെ കയറി വരുന്നത്. അസക്തമായ ഡ്രൈവിംഗ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ അപകടത്തിന് കാരണം. റോഡിന്റെ പര്യാപ്തക്കുറവ് മാത്രമല്ല എന്നാണ് സാക്ഷിക്ക് പറയാനുള്ളത്. പോലീസിന്റെ അതാരാ കേരള ഇത് നെട്ടേത്ര എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ സ്ഥിരം വാഹനാപകടം നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ എങ്ങനെയാണ് വാഹനങ്ങൾ കയറി വരുന്നത് എന്നുള്ളത് പ്രേക്ഷകർ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും. സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു റോഡാണ്. ഇവിടെ എങ്ങനെയാണ് ഓരോ വാഹനങ്ങൾ കടന്നു പോകുന്നത്, അശാസ്ത്രീയമായ രീതിയിൽ ഡ്രൈവ് ചെയ്ത് ലൈൻ തെറ്റിച്ച് പോകുന്നതിന്റെ കാഴ്ചകളാണ് സാക്ഷിയുടെ പ്രേക്ഷകർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. KSRTC
ഇത് നെട്ടേത്ര എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ സ്ഥിരം വാഹനാപകടം നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ എങ്ങനെയാണ് വാഹനങ്ങൾ കയറി വരുന്നതെന്നുള്ളത് പ്രേക്ഷകർ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും. സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു റോഡാണ്. ഇവിടെ എങ്ങനെയാണ് ഓരോ വാഹനങ്ങൾ കടന്നു പോകുന്നത്, അശാസ്ത്രീയമായ രീതിയിൽ ഡ്രൈവ് ചെയ്ത് ലൈൻ തെറ്റിച്ച് പോകുന്നതിന്റെ കാഴ്ചകളാണ് സാക്ഷിയുടെ പ്രേക്ഷകർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. KSRTC അത് കിട്ടിയില്ലേ? ആയൂർ പാലം. ഇവിടെയാണ് നിരവധി ഈ അടുത്ത സമയത്ത് തന്നെ ഒരുപാട് അപകടങ്ങൾ നടന്നൊരു സ്ഥലമാണ്. ഈ മഞ്ഞപ്പാറയിൽ നിന്ന് ഇങ്ങോട്ട് മെയിൻ റോഡിലോട്ട് കയറുന്ന ഒരു ഭാഗവും ഈ ആയൂർ പാലത്തിന്റെ അവിടെ നിരവധി വാഹനങ്ങളാണ് നിത്യേന ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. പ്രേക്ഷകർ തന്നെ കണ്ടു കാണും എങ്ങനെയാണ് ഇവിടെ വാഹനങ്ങൾ കടന്നു വരുന്നതെന്നുള്ളത്. ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് റോഡിന്റെ പര്യാപ്തത മാത്രമല്ല, ഡ്രൈവിംഗിന്റെ മര്യാദ പാലിക്കാത്തത് കൂടിയാണെന്നുള്ളത് പ്രേക്ഷകർ മനസ്സിലാക്കണമെന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഈ കാണുന്നതാണ് ചടയമംഗലത്തെ ആറാട്ടുകടവ്, ശ്രീരംഗം വളവ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന സ്ഥലം. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഏറ്റവും കൂടുതൽ ഈ അപകട സാധ്യത ഉണ്ടാക്കുന്നത് KSRTCക്കാരാണ്. KSRTCക്കാര് ഒരു വിധത്തിലും അവരുടെ ലൈൻ കീപ്പ് ചെയ്ത് പോകത്തില്ല. അത് ഓവർടേക്ക് ചെയ്ത് കയറുമ്പോഴാണ് ഈ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന സ്ഥലം. അനസ് കടന്നൂറിനൊപ്പം സാക്ഷി ടിവിക്ക് വേണ്ടി വിജയൻ പിള്ള, കുരിയോട്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ചടയമംഗലത്താണ്. ഇളവക്കോട് ആറാട്ടുകടവിൻ്റെ അടുത്തുള്ള വഴിയിലാണ് നിൽക്കുന്നത്. ഇവിടെയുള്ള ഇവിടെയാണ് ആക്സിഡൻറ്റ് പ്രോൺ ഏരിയ എന്ന് പറയുന്നൊരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് സ്പീഡ് ഭയങ്കര കൂടുതലാണ്. ഇവിടെ വണ്ടികൾ ഒരുപാട് വരുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പൈപ്പ്, വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഇത് കുഴിക്കാനായിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു വട്ടം വന്നു, അവർ കുഴിക്കാൻ വന്നു. ഒരു വട്ടം വന്ന് കുഴിച്ചപ്പോൾ അവരുടെ പൈപ്പ് ലൈൻ അല്ല എന്ന് പറഞ്ഞിട്ട് അത് ഇട്ടിട്ട് പോയി. പിന്നെ രണ്ടാമത് വന്നു. പൈപ്പ് ലൈൻ കുഴിക്കാൻ വേണ്ടി എന്തായാലും ഇത് ഇളക്കുമ്പോൾ ഇതിൻ്റെ കോൺക്രീറ്റ് അവർ ഇളക്കും. പക്ഷേ അത് ഇട്ടിട്ട് ആ കോൺക്രീറ്റ് അങ്ങനെ ഇട്ടിട്ടാണ് അവർ പോയേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കടക്കാരുണ്ട്. ഇവിടെ അടുത്തൊരു ചേട്ടൻ, അവർ കുറച്ച് പേര് ഇവിടെ ഉണ്ട്. നമുക്ക് അവരോടൊന്ന് ചോദിക്കാം കാര്യങ്ങളൊക്കെ എന്താണ്. 3-4 വാഹനങ്ങളാണ് ഒരു ട്രാക്കിലൂടെ ഒരു ദിശയിലേക്ക് പോകുന്നത്. ഓവർടേക്ക് ചെയ്യുന്ന വാഹനങ്ങളെ വീണ്ടും ഓവർടേക്ക് ചെയ്യുക. 2 ദിവസം മുമ്പ് ഇവിടെ KSRTCയുടെ ഗ്ലാസ് പൊട്ടിയായിരുന്നു. ഇപ്പോൾ ടിപ്പറിൽ നിന്ന് ടയറിൽ കല്ല് പിടിച്ചിട്ടാണ്. കാരണം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പിടിച്ചിട്ട് ഈ റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്നിച്ച് KSTCക്ക് അവർ പൈസ അടച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ചെയ്യാത്തതാവും. അപ്പം മീൻകടയ്ക്ക് മുകളിൽ ദിവസം വരെ അവർ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മെറ്റിൽ കാരണം സ്കൂട്ടർ യാത്രക്കാരും എല്ലാം ചരക്ക് വീഴുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ വാഹനത്തിൻ്റെ ബാഹുല്യമാണ് ഇപ്പം ഈ ഹൈവേ അടച്ചിട്ടിരിക്കുന്നത്. ഒന്ന് ക്യാമറയോ മറ്റോ എന്തെങ്കിലും സ്പീഡ് ബ്രേക്കറോ എന്തെങ്കിലും ഉപയോഗിച്ച് മാത്രമേ ഇത് ഇളവക്കോട് മുതൽ ശ്രീരംഗം വരെയുള്ള ആക്സിഡൻറ്റ് വരികയും ഒരു ദിവസം ഒരു ആക്സിഡൻറ്റ് ഇല്ലാത്ത ഒരു ദിവസമില്ല. അപ്പോൾ ചെറുതും വലുതാണ്, ചിലതൊക്കെ പോലീസ് കേസായി, ചിലത് അറിയപ്പെടാതെ പോകുന്നുണ്ട്. അപ്പോൾ അതിനൊരു കോമഡിയാണ് നിങ്ങൾ കണ്ടത്. റോഡ് പൊട്ടിക്കിടക്കുന്ന ശ്രദ്ധയപ്പെടുത്തിയപ്പം വന്ന് അവർ കുഴിയെടുത്ത് തോണ്ടിയിട്ട് അവർക്കുള്ള പൈപ്പല്ലെന്നും പറഞ്ഞ് കളഞ്ഞിട്ട് പോയേക്കുക. കുഴിയെടുത്ത് തോണ്ടി കളഞ്ഞിട്ട് പോയി. തോണ്ടി നോക്കിയപ്പോൾ അവർക്കുള്ള പരിചയപ്പെട്ട ഭാഗമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ച് മൂടിയിട്ട് പോയത് അടയ്ക്കാതെ.
പിന്നെ കോൺക്രീറ്റും ചെയ്തിട്ടില്ല, അങ്ങനെ ഇട്ടിട്ട് അങ്ങ് പോയി. പിന്നെ രണ്ടാമത് ഒന്നുകൂടെ തോട്ടിയത്. അതും ഈ റോഡ് അങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ട് ആക്സിഡന്റ് കൂടാൻ സാധ്യത. പിന്നെ ഈ മെറ്റൽ അങ്ങനെ കിടക്കും, മെറ്റൽ മാറ്റിയിട്ടില്ല, ആ രീതിയിൽ കിടക്കുക.